ചെയ്തു. ഇപ്പോൾ നഥാൻസ് ആക്രമിക്കപ്പെട്ടു എന്ന വിവരമാണ് ഇറാൻ തന്നെ വ്യക്തമാക്കുന്നത്. അതുമായി കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? പ്രജിൻ, അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ 35ാമത്തെ ബോർഡ് മീറ്റിംഗിലാണ് അവിടുത്തെ ഇറാന്റെ പ്രതിനിധിയായ റസ നജാഫി ഇക്കാര്യം അറിയിച്ചത്. അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആക്രമണത്തിൽ നഥാൻസിലെ ആണവ കേന്ദ്രം ആക്രമിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത്. ടെഹ്റാന് 220 കിലോമീറ്റർ മാറിയുള്ള ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രമാണ് നഥാൻസിലുള്ളത്. നേരത്തെ ഈ ഫോർദോയും അതുപോലെ തന്നെ നഥാൻസും ലക്ഷ്യമിട്ടായിരുന്നു കഴിഞ്ഞ ജൂണിൽ അമേരിക്ക ആക്രമണം നടത്തിയത്. ഇവിടെ B-2 ബോംബറുകൾ ഉപയോഗിച്ചായിരുന്നു അമേരിക്കയുടെ ആക്രമണം നടന്നത്. സെൻട്രിഫ്യൂജുകളടക്കം ഭൂമിയിൽ നിന്ന് വളരെ ആഴത്തിലാണ് ഈ കേന്ദ്രം, സമ്പുഷ്ടീകരണ കേന്ദ്രം സജ്ജീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഈ നഥാൻസിലും ഫോർദോയിലും നാശനഷ്ടം ഉണ്ടായിട്ടില്ല എന്നായിരുന്നു അന്ന് ഇറാൻ അവകാശപ്പെട്ടത്. ഈ കേന്ദ്രത്തിലേക്കാണ് ഇപ്പോൾ ആക്രമണം നടന്നതായി ഇറാൻ പറയുന്നത്. ഇക്കാര്യത്തിൽ ഈ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ചെയർമാൻ റഫേൽ ഗ്രോസിയുടെ പ്രതികരണവും ഇതിനകം ലഭ്യമായിട്ടുണ്ട്. വളരെ ഗൗരവകരമായ കാര്യമാണ് നടന്നിട്ടുള്ളത്. ആണവ വികിരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെയും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വേണമെങ്കിൽ ഇവാക്വേഷൻ അടക്കമുള്ള ആളുകളെ ഒഴിപ്പിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇറാനിലെ ഈ ആണവ റെഗുലേറ്ററിയുമായി ബന്ധപ്പെട്ട ചുമതലയുള്ളവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവരിൽ നിന്ന് പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നും ഈ റഫേൽ ഗ്രോസി വ്യക്തമാക്കുന്നു. ഏതായാലും വളരെ ഗൗരവമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നഥാൻസിലെ ആണവ കേന്ദ്രം ആക്രമിക്കപ്പെട്ടു, അമേരിക്കയും ഇസ്രായേലും അത് ലക്ഷ്യം വെച്ചു എന്നാണ് ഇറാൻ ഇപ്പോൾ പറയുന്നത്. ആണവ വികിരണം ഉണ്ടാകാനുള്ള സാധ്യതയും ഇപ്പോൾ നിലനിൽക്കുകയാണ്. പ്രജിൻ, അങ്ങനെ അത് എക്സ്ട്രീം കണ്ടീഷനിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് ആ വാർത്ത സത്യമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. നഥാൻസ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ആണവ കേന്ദ്രമാണ് ഇറാനിലെ, അത് ആക്രമിക്കപ്പെട്ടു. ഇതുപോലെ ഇപ്പോൾ സരുൺ സൂചിപ്പിക്കുന്നത് പോലെ ആണവ വികിരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇറാൻ തന്നെ പറയുന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രീം കണ്ടീഷനാണ്, തീവ്രമാണ് അവിടുത്തെ ആക്രമണം. അത് തിരിച്ചടി ഏത് രീതിയിലായിരിക്കും ഉണ്ടാവുക, അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് അത് ഏത് രീതിയിലായിരിക്കും ബാധിക്കുക, ഇതൊക്കെ വലിയ ചോദ്യമായി മാറുകയാണ്. ഫോർദോ എന്ന മറ്റൊന്ന് ആണവ കേന്ദ്രം, അതോടൊപ്പം നഥാൻസ്, ഈ രണ്ട് കേന്ദ്രങ്ങളെയാണ് കഴിഞ്ഞ വർഷവുമൊക്കെ US ലക്ഷ്യം വെച്ചത്. ഇപ്പോൾ നഥാൻസ് ആക്രമിക്കപ്പെട്ടു എന്ന വാർത്ത അത് ശരിയെങ്കിൽ സ്ഥിതിഗതികൾ അതീവ രൂക്ഷമായി മാറുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. PP ജെയിംസിന്റെ കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം നമുക്ക് ലഭ്യമാക്കും. അതിലേക്ക് എത്താൻ ഒരു ചെറിയ ഇടവേള കഴിഞ്ഞു. ബ്രേക്ക്. വെൽക്കം ബാക്ക്. ഏറ്റവും പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് വാർത്തയാണ് ഈ മിനിറ്റിൽ പുറത്തു വരുന്നത്. ഇറാനിലെ ആണവ കേന്ദ്രം, നഥാൻസ് എന്ന ആണവ കേന്ദ്രം ആക്രമിക്കപ്പെട്ടു എന്ന് ഇറാൻ എന്നുള്ള UN അംബാസിഡർ തന്നെ പറയുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ എക്സ്ട്രീം കണ്ടീഷനിലേക്ക് ഈ യുദ്ധം മാറുന്നു എന്നതിന്റെ തെളിവാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു. PP ജെയിംസ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഇപ്പോൾ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ ചേരുകയാണ്. ജെയിംസ്, കഴിഞ്ഞ വർഷം 2025 ജൂണിലെ ആക്രമണത്തിൽ രണ്ട് പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളെ US ടാർഗറ്റ് ചെയ്തിരുന്നു. ഒന്ന് ഫോർദോയും മറ്റൊന്ന് നഥാൻസുമാണ്. എനിക്കൊന്ന് ഫോർദോയേക്കാൾ കുറച്ചുകൂടെ വലുതാണ് നഥാൻസ് ആണവ കേന്ദ്രം. അന്ന് ഫോർദോ പൂർണ്ണമായും തകർക്കപ്പെട്ടു എന്നൊക്കെ അമേരിക്ക അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് തുരന്ന് താഴേക്ക് പോയി ഭൂമിക്കടിയിൽ ഏതാണ്ട് 60 മീറ്റർ ഓളം അടിയിലേക്ക് പോയി പൊട്ടിത്തെറിച്ച് അങ്ങനെ ആ ഫോർദോയെ പൂർണ്ണമായും തകർത്തു എന്നൊക്കെയായിരുന്നു അമേരിക്കയുടെ അവകാശവാദം. പക്ഷെ അത് തള്ളുന്നത് ഇറാനെ പിന്നീട് നമ്മൾ കാണുകയും ചെയ്തു. അന്ന് അവിടെ 400 കിലോഗ്രാം യുറേനിയം ഉണ്ടായിരുന്നു, സമ്പുഷ്ടീകരിച്ച യുറേനിയം. അത് എവിടെ പോയി എന്നതിനെ കുറിച്ചൊന്നും പിന്നീട് ഒരു വാർത്തകളും പുറത്തു വന്നില്ല. പക്ഷേ ഇപ്പോഴിതാ നഥാൻസ് ആണവ കേന്ദ്രവും തകർക്കപ്പെട്ടിരിക്കുന്നു വാർത്ത വരുന്നു. ആണവ വികിരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നത് ഇറാൻ തന്നെയാണ്.
പ്രജിൻ, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, യുദ്ധം അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ തുടങ്ങി 3-ാം ദിവസം ഇത് കുറച്ചുകൂടി രൂക്ഷമായ അവസ്ഥയ്ക്ക് അല്ലെങ്കിൽ 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇതുവരെ ഈ അമേരിക്കയും ഇസ്രായേലും ആക്രമിച്ചുകൊണ്ടിരുന്നത് അവിടുത്തെ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ, സൈനിക ഇൻസ്റ്റലേഷൻസ്, അതുപോലെ തന്നെ പരമോന്നത നേതാവ് അടക്കമുള്ള അവിടുത്തെ സൈനിക രാഷ്ട്രീയ നേതൃത്വം, ഇങ്ങനെ തുടങ്ങി പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണം. പക്ഷേ ജൂൺ മാസം 2025 നടന്നതുപോലെ വീണ്ടും ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ആരംഭിച്ചിരിക്കുന്നു. അവിടെ പ്രധാനപ്പെട്ട 2 ഉള്ളത് നട്ടാൻസും ഫൊർദോ ആണ്. ഇത് രണ്ടുമാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ വെച്ച് അമേരിക്ക ആക്രമിച്ചത്. കാരണം ഇസ്രായേലിൻ്റെ കയ്യിൽ അത്രയും താഴേക്ക് പോകാവുന്ന 60 മീറ്റർ മുതൽ 200 മീറ്റർ വരെ റീച്ച് ചെയ്യാവുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇല്ലായിരുന്നു. അതുകൊണ്ട് അമേരിക്കയുടെ B-2 ബോംബർ വിമാനങ്ങളാണ് പറന്നു വന്ന് ആക്രമണം നടത്തിയത്. അപ്പോൾ ഇതിന് ശേഷം വീണ്ടും ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ രൂക്ഷമായ അവസ്ഥയിലേക്കാണ്. ഒരുപക്ഷെ ആണവ വികിരണം ഉണ്ടാവാം, അല്ലെങ്കിൽ റേഡിയേഷൻ ഉണ്ടാവാം എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി പറയുന്നത് റേഡിയേഷൻ്റെ ലക്ഷണങ്ങളൊന്നും കണ്ടിട്ടില്ല എന്നാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ പ്രജിൻ തന്നെ പറഞ്ഞ പോലെ ഫൊർദോയിൽ ഒരു മലനിരകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒരുപക്ഷെ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് പോലും എത്താൻ പറ്റാത്ത അത്രയും താഴ്ചയിലാണ് ഇതെന്ന് പറയുന്നു. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. 400 കിലോഗ്രാം സമ്പുഷ്ടീകരിച്ച യുറേനിയം അവിടെ ഉണ്ടെന്നും അത് എവിടേക്കോ മാറ്റിയെന്ന് പറയുന്നു. പക്ഷേ ഉപഗ്രഹങ്ങളുടെയൊക്കെ ഇമേജുകളിൽ ഇതുവരെ അവിടെ നിന്ന് മാറ്റിയതായിട്ട് റിപ്പോർട്ടുകളില്ല. റഷ്യയിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഇറാൻ്റെ കയ്യിൽ ഈ ടെക്നോളജി ഉണ്ട്. ഈ ആണവ ആയുധം ഉണ്ടാക്കാനുള്ള ടെക്നോളജി, അത് ഉണ്ടാക്കുന്നത് തടയാനാണ് ശ്രമിക്കുന്നത്. ഇത് പുറത്തെടുത്താൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അത് ആണവായുധമായിട്ട് മാറ്റാൻ ഇറാന് കഴിയും. അത് ഇറാൻ അങ്ങനെയാക്കിയാൽ സ്വാഭാവികമായിട്ടും ഭയക്കുന്നത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രായേലും മാത്രമല്ല, അറബ് രാജ്യങ്ങൾ, സൗദിയും അതുപോലെ UAE അടക്കമുള്ള രാജ്യങ്ങളൊക്കെ ഭയക്കുന്നുണ്ട്. കാരണം ഇറാൻ ഇപ്പോൾ തന്നെ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ്. അവരുടെ കയ്യിൽ ആണവായുധം കൂടി എത്തിയാൽ എങ്ങനെയിരിക്കും? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ പാകിസ്ഥാൻ്റെ കയ്യിൽ 170 ആണവായുധങ്ങളുണ്ട്. അത് അവിടുത്തെ AQ-ഖാൻ എന്ന സയൻറ്റിസ്റ്റ് അമേരിക്കയിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവന്നതാണ്. അത് അദ്ദേഹം നോർത്ത് കൊറിയയ്ക്കും ഇറാനും അത് കൈമാറിയെന്നും അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വന്നു. ഇന്ത്യയുടെ കയ്യിൽ 180-ലേറെ, ഏതാണ്ട് 200-ഓളം ആണവായുധങ്ങളുണ്ട്. ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഇറാൻ ഇത് ലഭിക്കാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് അമേരിക്കയും യൂറോപ്പ് എല്ലാവരും നടക്കുന്നത്. യുദ്ധത്തിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഇതായിട്ടാണ് പറയുന്നത്. വേറെ പല കാരണങ്ങളുണ്ടാവാം. പക്ഷെ എന്തായാലും കാര്യങ്ങൾ കൂടുതൽ ഇതായിട്ട് പോകുന്നു. അപ്പോൾ ഇനിയും നട്ടാൻസ് ആക്രമിച്ച സ്ഥിതിക്ക് ഫർദോയിലേക്ക് ആക്രമണത്തിന് സാധ്യതയുണ്ട്. ഇറാഖ് എന്നുള്ള വേറൊരു ആണവ കേന്ദ്രമുണ്ട്. ഇസ്ഫഹാൻ എന്ന 4 ആണവ കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ ഇതിലെ ഒരു ആണവ കേന്ദ്രമാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. റേഡിയേഷൻ ഉണ്ടാവുമോ ഇല്ലയോ എന്നറിയില്ല. ഇതോടെ ഇറാന് കുറച്ചും കൂടി രൂക്ഷമായ രീതിയിൽ ഇറാൻ പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ചൈന അടക്കമുള്ള രാജ്യങ്ങൾ എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയാൻ താല്പര്യമുണ്ട്. പക്ഷേ ചൈന ഇതുവരെ കാര്യമായിട്ടുള്ള നിലപാടുകളൊന്നും സ്വീകരിച്ചിട്ടില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ അറബ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം തുടരുകയാണ്. അത് ഡ്രോണുകളായിട്ടും അതുപോലെ തന്നെ മിസൈലുകളായിട്ടും. നേരത്തെ അവരുടെ പ്രൊപ്പഗണ്ട വീഡിയോ വന്നത് ആയിരക്കണക്കിന്, ഒരുപക്ഷെ 10,000-കണക്കിന് ഡ്രോണുകൾ തുരങ്കങ്ങളിൽ സൂക്ഷിച്ചു വെച്ചതിൻ്റെ വീഡിയോ അവർ പുറത്തുവിട്ടിരുന്നത്. അതിൻ്റെ അർത്ഥം എത്ര കാലം വേണമെങ്കിൽ യുദ്ധം നയിക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ അൽ ജസീറ നൽകുന്നുണ്ട്. ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ റസ നജാഫി എന്ന് പറയുന്ന ഇറാനിൽ നിന്നുള്ള ഈ ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സംഘത്തിലെ അംബാസിഡറാണ്, യു അംബാസിഡറാണ്, ഇറാനിൽ നിന്നുള്ള അംബാസിഡറാണ്. അദ്ദേഹമാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഒരു വാർത്താ സമ്മേളനത്തിൽ ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയാണ്: അഗെയിൻ ദേ അറ്റാക്ഡ് ഇറാൻസ് പീസ്ഫുൾ സേഫ് ഗാർഡഡ് ന്യൂക്ലിയർ ഫെസിലിറ്റീസ് യെസ്റ്റർഡേ എന്നാണ് പറയുന്നത്. ഇന്നലെ വളരെ സുരക്ഷാ രീതിയിൽ പൂർണ്ണ സുരക്ഷയോടുകൂടി തന്നെ ഇറാൻ കാത്തു സൂക്ഷിക്കുന്ന ഒരു ആണവ കേന്ദ്രം ഇന്നലെ ആക്രമിച്ചു അവർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ വീണ്ടും ഈ മാധ്യമപ്രതിനിധികൾ ചോദിക്കുന്നുണ്ട് വിച്ച് ന്യൂക്ലിയർ ഫെസിലിറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായാണ് നഥാൻസ് എന്ന് അദ്ദേഹം മറുപടി നൽകിയതെന്നാണ് ഇപ്പോൾ അൽ ജസീറ നൽകുന്നത് വിവരങ്ങൾ. അതായത് ഇന്നലെ, അങ്ങനെയെങ്കിൽ ഇന്നലെയാണ് ആ സംഭവം നടന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആണവ വികിരണമുണ്ട് എന്ന് ഇറാനിലുള്ള പ്രതിനിധി തന്നെ പറയുന്നുമുണ്ട്. ജെയിംസ്, ഇറാനിലെ പ്രതിനിധി പറയുന്നുണ്ട്. പക്ഷേ IAEA
ആശങ്കാജനകമാണെന്ന് പറയുന്നെങ്കിലും ഇതുവരെ റേഡിയേഷൻ ഒന്നും ആണവ വികിരണം ഉണ്ടായതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു റിപ്പോർട്ട് ഇല്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഇത് വളരെ ആകാംക്ഷയോടെ ഇരിക്കേണ്ട, ആശങ്കയോടെ കാണേണ്ട കാര്യമാണ്. അവിടെ നിന്ന് ജനങ്ങളെ, വികിരണമുണ്ടെങ്കിൽ ജനങ്ങളെ, 10,000-കണക്കിന് ജനങ്ങളെ അവിടെ നിന്ന് ഒഴിപ്പിക്കേണ്ടി വരും. അത് എല്ലാവർക്കും ഭീഷണിയായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഒരു ഫൈനൽ അസോൾട്ടിന് തയ്യാറായി നിൽക്കുകയാണ് ഇസ്രായേലും അമേരിക്കയും. ഈ കിട്ടിയ അവസരം നോക്കി ഇറാനെ നിലംപരിശാക്കുക എന്ന തരത്തിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് യുദ്ധവിമാനങ്ങൾ വെച്ചുള്ള ആക്രമണവും മിസൈൽ വെച്ചുള്ള ആക്രമണത്തിന് വിട്ടുകൊണ്ട് ഒരു കരയുദ്ധത്തിലേക്ക് പോകാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ധൈര്യമില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ 6 ലക്ഷത്തിൽ പരം സൈന്യം, റിസർവ് സേന വേറെ. അവരെ നേരിടാൻ അമേരിക്കയുടെ 40,000 സൈന്യവും ഇസ്രായേലിൻ്റെ 1 ലക്ഷം റിസർവ് സേനയെ കൊണ്ടുവന്നാൽ പോലും അതിനൊപ്പമാവില്ല. അതുകൊണ്ട് എന്ന് മാത്രമല്ല, കരയുദ്ധത്തിന് ഇറങ്ങിയാൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇറാനിലേക്ക് ഇറങ്ങിയാൽ ഒരുപാട് തരത്തിൽ കാഷ്വാലിറ്റി ഉണ്ടാവും. നമ്മൾ ഓർക്കുന്നുണ്ടാവും, റഷ്യ മൈറ്റി ആയിട്ടുള്ള സൈനിക ശക്തിയാണ്. റഷ്യ കയറി യുക്രൈനിലേക്ക് ആക്രമിച്ചപ്പോൾ തൊട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ അവർ കരയുദ്ധം തുടങ്ങി. ടാങ്കുകളുമായി കയറിയെങ്കിലും ഒരുപാട് റഷ്യൻ സൈനികർ കൊല്ലപ്പെടുന്ന അവസ്ഥയുണ്ടായി. അതുകൊണ്ട് കരയുദ്ധത്തിന് എളുപ്പമല്ല കാര്യങ്ങൾ. ഇപ്പോഴത്തെ അവസ്ഥയിൽ റേഡിയേഷൻ ഉണ്ടാവുന്നു, ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുന്നു, പശ്ചിമേഷ്യയിൽ കൂടുതൽ സംഘർഷത്തിലേക്ക് നീളുകയാണ് കാര്യങ്ങൾ. യെസ്, മാത്രമല്ല ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് കൂടി UAE-യിൽ നിന്ന് വരുന്നു. അവിടെ അബുദാബിക്ക് പിന്നാലെ റാസൽ ഖൈമയിലും ഈ രീതിയിൽ ഡ്രോണുകളുടെ സാന്നിധ്യം, അത് വെടിവെച്ചിട്ടു, അതിന്റെ അവശിഷ്ടം ജനവാസ മേഖലയിൽ പതിച്ചു എന്നൊരു അപ്ഡേറ്റ് കൂടി ഇപ്പോൾ UAE-യിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.